മക്കളെ, ഇന്ന് നമുക്ക് പരീക്ഷിത്ത് മഹാരാജാവിനെ ശ്രീശുകൻ ഹിരണ്യകശിപുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കഥ കേൾക്കാം. ഹിരണ്യകശിപുവിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹിരണ്യാക്ഷനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹിരണ്യകശിപുവിനെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടാവുമല്ലോ. ഹിരണ്യാക്ഷനെ വരാഹാവതാരമായിട്ട് വന്ന് മഹാവിഷ്ണു വധിച്ച കാര്യവും ഭൂമിയെ വീണ്ടെടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ ഹിരണ്യാക്ഷനെ വധിച്ചത് ആരാ? മഹാവിഷ്ണുവാണ്. അപ്പോൾ പിന്നെ മഹാവിഷ്ണുവിനോട് ഹിരണ്യകശിപുവിന് ദേഷ്യമായിരിക്കുമോ സ്നേഹമായിരിക്കുമോ? ദേഷ്യം തന്നെ ആയിരിക്കും അല്ലേ? ഭയങ്കര ദേഷ്യമായിരുന്നു. ആദ്യമേ വൈരം ഉണ്ടായിരുന്നു, ശത്രുത ഉണ്ടായിരുന്നു. അനിയനെ വധിച്ചതുകൊണ്ട് പൂർവാധികം വിഷ്ണു വൈരിയായി തീർന്നു. ആരാ? ഹിരണ്യകശിപു. അസുരവൈരിയായ ആ ഹരിനാരായണനെ ഏതു വിധവും വധിക്കണം എന്ന് ഹിരണ്യകശിപു ഉള്ളിൽ ഉറച്ചു. വിഷ്ണുവിനെയും വിഷ്ണുപ്രിയന്മാരെയും ഒന്നടങ്കം വധിക്കാൻ കരബലം പോരാ, ശക്തി പോരാ എന്ന് തോന്നിയതുകൊണ്ട് വരബലം കൂടെ വേണമെന്ന് നിശ്ചയിച്ച് ആ ദാനവേന്ദ്രൻ, അതായത് അസുരൻ, എന്താ ചെയ്തത്? കയാതു, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അവരെയും രാജധാനിയെയും ഒക്കെ വെടിഞ്ഞ് മന്ദരപർവ്വതത്തിൽ പോയിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുമ്പ് ജ്യേഷ്ഠനും അനുജനും കൂടി തപസ് അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. അത് പോരാതെ വീണ്ടും തപസ്സിന് പുറപ്പെട്ടു. കഠിനമായ തപസ്സായിരുന്നു. ആരെയാ? ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ കമലാസനൻ, അതായത് കമലത്തിൽ ആസനസ്ഥനായവൻ ആരോ അവൻ, അതാരാ? ബ്രഹ്മാവ്. കമലം എന്ന് വെച്ചാൽ എന്താ? താമര കേട്ടോ. അങ്ങനെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു. അതിശയകരങ്ങളായ വരങ്ങളാണ് ഹിരണ്യകശിപു ആവശ്യപ്പെട്ടത്. അതെന്താണെന്നറിയോ? ദേവഗന്ധർവ കിം പുരുഷാദികൾ, അസുരന്മാർ, മനുഷ്യർ, മൃഗങ്ങൾ, മത്സ്യാദി ജലജന്തുക്കൾ, അമ്പരചാരികളായ പക്ഷികൾ തുടങ്ങിയ 3 ലോകത്തിലുമുള്ള ഒരു ജീവിയും എന്നെ കൊല്ലാൻ പാടില്ല. അതാണ് ചോദിച്ചത്. ഭൂമിയിലും ആകാശത്തിലും വെള്ളത്തിലും വെച്ച് ഞാൻ മരിക്കരുത്. അത് 2ാമത്തെ കണ്ടീഷൻ. യാതൊരു ആയുധങ്ങളും കൊണ്ട് എന്നെ ആരും കൊല്ലാൻ പാടില്ല. അതിലും വിശേഷിച്ച് രാത്രിയും പകലും എനിക്ക് മരണം സംഭവിക്കരുത്. ഇങ്ങനെയൊക്കെ അത്ഭുതപ്പെടുത്തുമാറ് കാര്യങ്ങളാണ് വരമായിട്ട് ആര് ചോദിച്ചത്? ഹിരണ്യകശിപു ചോദിച്ചത്. അപ്പോൾ ഈ വിധത്തിലുള്ള വരം നൽകുമെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ്, ഞാൻ നന്ദിയുള്ളവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലെങ്കിൽ, ഇത് തരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് വരങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയാണ് ഹിരണ്യകശിപു. അപ്പോൾ പിന്നെ ഹിരണ്യകശിപുവിൻ്റെ വരാഭ്യർത്ഥന കേട്ട് ബ്രഹ്മാവ് തെല്ലി നേരം ചിന്തിച്ചു. എങ്കിലും കൊടുത്തു. ആ വരം അതുപോലെ തന്നെ കൊടുത്തു. തൻ്റെ പുത്രൻ മരീചിയുടെ പൗത്രനാണ്, അതായത് പുത്രൻ്റെ പുത്രനാണ് ഹിരണ്യകശിപു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടെ ഉണ്ട് ബ്രഹ്മാവും ഹിരണ്യകശിപുവും തമ്മിൽ. അപ്പോൾ ആ വംശബന്ധ സ്നേഹം കാണിക്കണമല്ലോ, അതുകൊണ്ടായിരിക്കാം ആ ചോദിച്ച വരം അങ്ങ് കൊടുത്തു. അങ്ങനെ ഹിരണ്യകശിപു തപസ് സമർപ്പിച്ച് ഈ വരബലമൊക്കെ കിട്ടിയപ്പോൾ പൂർവാധികം അഹങ്കാരിയായി തീർന്നു. അങ്ങനെ രാജധാനിയിലെത്തി കുലഗുരുവായ ശുക്രമുനിയെ സന്ദർശിച്ചു. എനിക്കിങ്ങനെ വരമൊക്കെ കിട്ടിയെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ തങ്ങളുടെ നാഥൻ്റെ അതുല്യ ശക്തി, അതായത് തങ്ങളുടെ ലീഡറുടെ, രാജാവിൻ്റെ അതുല്യ ശക്തി പ്രഭാവം കേട്ട് എല്ലാ അസുരന്മാർക്കും ഭയങ്കര ആഹ്ലാദവും സന്തോഷവും തോന്നി. പിന്നെ ഈ വരമൊക്കെ കിട്ടിയാൽ അടങ്ങിയിരിക്കുമോ? ഇല്ല. അസുരേന്ദ്രൻ പിന്നെ ഒട്ടും അടങ്ങിയിരുന്നില്ല. അവർ വൈരാഗ്യം പോക്കാൻ വേണ്ടിയിട്ട് ദേവലോകത്തും എല്ലാ ലോകങ്ങളിലും ചെന്ന് യുദ്ധം പ്രഖ്യാപിച്ച് അവരെ മുഴുവൻ വളരെ അധികം ഉപദ്രവിച്ചു. ദേവന്മാരും ദേവനാരികളും അശരണരായി തീർന്നു. അവർക്ക് വേറെ ശരണം ആരും ഇല്ലാതെ തീർന്നു. അത്രയും ബുദ്ധിമുട്ടിച്ചു. അവരൊക്കെ ഈ പുരന്ദരൻ, അതായത് ഇന്ദ്രദേവൻ പ്രാണരക്ഷാർത്ഥം പുരം വിട്ട് ഓടിപ്പോയി. ഇന്ദ്രദേവൻ ഓടിപ്പോയി ഇവരെയൊക്കെ പേടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദേവന്മാരൊക്കെ അശരണരായി തീർന്നത്. ഈ യാഗം ചെയ്യുമ്പോൾ നമ്മൾ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് യാഗം ചെയ്യുക. അപ്പോൾ ഈ യാഗം ചെയ്യുന്നവർ അതിൻ്റെ ഹവിസ് ദേവകൾക്ക് സമർപ്പിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവൊക്കെ പ്രപഞ്ചം മുഴുവൻ, ഭൂമി മുഴുവനൊക്കെ കൊടുത്തു. എന്നിട്ട് ആരും നമശിവായാന്നോ നാരായണായ നമാന്നോ ഒന്നും പറയാൻ പാടില്ല. എന്ത് മാത്രമേ പറയാൻ പാടുള്ളൂ? ഹിരണ്യായ നമ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ള ഉത്തരവുകളൊക്കെ ഇറക്കി. അങ്ങനെ ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ഭയമുള്ളവരെന്ത് പറയും? ഹിരണ്യായ നമ എന്ന്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും ഹിരണ്യായ നമ എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു തുടങ്ങി. അത് പറയാത്തവരെ എന്ത് ചെയ്യും? വധിക്കും. അപ്പോൾ അങ്ങനെ ഹിരണ്യായ നമ എന്ന ഉരുവിടാത്ത ആൾക്കാരെ മുഴുവൻ അറിയാൻ വേണ്ടി, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ചാരന്മാരെയൊക്കെ നിയോഗിച്ചു. ഇപ്രകാരം 3 ലോകങ്ങളും അടക്കി തൻ്റെ ഭരണാധികാരം സ്ഥാപിച്ചതിന് ശേഷം ആജന്മ ശത്രുവായ വിഷ്ണുവിനെ ഇനി എത്രയും പെട്ടെന്ന് വധിക്കണം എന്ന് അസുരൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ആയുധങ്ങളൊക്കെ ആയിട്ട് കുറേ അനുചരന്മാരോടൊക്കെ കൂടി അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ വിഷ്ണുവിനെയും പാർഷദന്മാരെയും ആരെയും കണ്ടില്ല.
അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അഹങ്കാരിയായ ആ ദുഷ്ടനെ ദർശനം നൽകാനുള്ള മടി കാരണമാണ് മറഞ്ഞു നിന്നതാണ്. ആരെ? മഹാവിഷ്ണു. ശ്രീവല്ലഭൻ തന്നിലുള്ള യോഗമായയെ അവലംബിച്ച് മറഞ്ഞതാണ്. അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുമോ? അപ്പോൾ അഹങ്കാരവും ദുഷ്ടതയും ക്രൂരതയും ഒക്കെ ഒരുപാടുണ്ടെങ്കിലും പുണ്യമില്ലെങ്കിലും നമുക്ക് ആരെ കാണാൻ പറ്റില്ല? ഭഗവാനെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ പറഞ്ഞുണ്ടാക്കി തന്നെ പേടിച്ച് കപടക്കാരനായ ആ വിഷ്ണു എവിടെയോ ഓടി ഒളിച്ചിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ് അട്ടഹസിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഓടിപ്പാഞ്ഞ് പരിശോധിച്ചു, കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വൈകുണ്ഠവും ഞാൻ പിടിച്ചടക്കി എന്നുള്ള ഭാവത്തിൽ അഹങ്കാരത്തോടെ ഹിരണ്യകശിപു തിരിച്ചു പോന്നു. ആ അസുരാധിപൻ്റെ ശല്യവും അധർമ്മപരങ്ങളായ ദുഷ്പ്രവർത്തികളും സജ്ജനപീഡ എന്ന് വെച്ചാൽ നല്ല ആൾക്കാരെ പീഡിപ്പിക്കലും ഒക്കെ കൂടിക്കൂടി വന്നപ്പോൾ ഇന്ദ്രനും ദേവന്മാരും എല്ലാവരും നാരദ ബ്രഹ്മർഷി മുഖ്യരും വിരിഞ്ചദേവനും എല്ലാവരും കൂടി വൈകുണ്ഠത്തിൽ പാലാഴിയിൽ ചെന്നിട്ട് മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ സങ്കടങ്ങൾ പറഞ്ഞു. കരുണാബുദ്ധിയായ അങ്ങ് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞങ്ങളെല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം തന്നെ ദുഷ്കരമായിരിക്കുന്നു ഈ അസുരനെ കൊണ്ട്. അപ്പോൾ അങ്ങ് രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ഞാൻ നോക്കിക്കൊള്ളാം, വിഷമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സമാധാനത്തോടു കൂടി ഭഗവത് സന്നിധിയിൽ നിന്നും വന്ദിച്ച് സമാധാനത്തോടെ തിരിച്ചു പോന്നു. ഈ സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിലെ അദ്ദേഹത്തിനൊരു മകനുണ്ട്, പ്രഹ്ലാദൻ. എന്താ പേര്? പ്രഹ്ലാദൻ. ഏറ്റവും സൽഗുണസമ്പന്നനാണ്. ആരെ? പ്രഹ്ലാദൻ. ഭാഗവതോത്തമന ആയിരുന്നു ആ കുട്ടി. പിതാവിൻ്റെ ധാർഷ്ട്യമേറിയ അസുര സ്വഭാവമോ അഹങ്കാരമോ ഒന്നും അവനെ ബാധിച്ചിരുന്നില്ല. അപ്പം മകനെ അസുരകുല കൂടസ്ഥനാക്കി തീർക്കണമെന്നായിരുന്നു ആര് കരുതിയത്? ഹിരണ്യകശിപു കരുതിയത്. അതിനുവേണ്ടി കൗമാരപ്രായമായപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശുക്രാചാര്യരുടെ ഗുരുകുല ആശ്രമത്തിലേക്ക് അയച്ചു. അവിടെ നിന്ന് പഠിക്കുകയാണ്. കൊട്ടാരത്തിലേക്ക് വന്ന് പോക്കൊന്നും നടക്കില്ല. അപ്പോൾ ഗുരുകുല സമ്പ്രദായമാണല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് കുട്ടി പഠിച്ചിരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ഓമനയായ കൊച്ചുമകനെ ഹിരണ്യൻ കൂടെ കൂടെ ചെന്ന് കാണാറുണ്ട്. അപ്പോഴൊക്കെയും ദൈത്യ സാമ്രാട്ടിന് വേണ്ടതായ ആയുധവിദ്യയും മായാവിദ്യയും തനയനെ, അതായത് മകനെ നിഷ്കർഷയോടെ പഠിപ്പിക്കണമെന്ന് ഗുരുവിനോട് കർശനമായി കൽപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും പറയും, ഒരു രാജകുമാരനാണ് അവൻ, ഭാവിയിൽ രാജാവ് ആവേണ്ടതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിർബന്ധമായും പഠിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ പഠിപ്പിക്കണമെന്ന് ശുക്രാചാര്യരോട് കാര്യമായിട്ട് പറയുമായിരുന്നു. ഗുരുകുലത്തിൽ ചെന്ന പ്രഹ്ലാദകുമാരൻ ഗുരുനാഥൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം, ആ കുട്ടി എന്താ ചെയ്യാറ്? സദാ സച്ചിദാനന്ദ സ്വരൂപനായ വിഷ്ണു ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് മന്ത്രങ്ങൾ ഉച്ചരിക്കുമായിരുന്നു. ഹിരണ്യായ നമ എന്ന ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും മറ്റു കുട്ടികളത് ഉച്ചത്തിൽ ചൊല്ലുന്നുണ്ടെങ്കിലും പ്രഹ്ലാദൻ എന്താ ചൊല്ലുക? നാരായണായ നമ എന്ന് പതുക്കെ ചൊല്ലുകയായിരുന്നു. ഗുരുവരൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഈ ലോകം മുഴുവനും ശ്രീനാരായണമയമായിട്ടാണ് ആ കുട്ടി കണ്ടിരുന്നത്. ഗുരുനാഥൻ കളരി വിട്ട് പുറത്തു പോകുമ്പോൾ സതീർത്ഥ്യരെ കൊണ്ട് ശ്രീനാരായണ നമ ശ്രീനാരായണ നമ എന്നവൻ ചൊല്ലിപ്പിക്കുമായിരുന്നു. കൂടെയുള്ള കുട്ടികളെ കൊണ്ട് എന്താ ചൊല്ലിപ്പിക്കുക പ്രഹ്ലാദൻ? ശ്രീനാരായണ നമ. വിഷ്ണു ഭഗവാൻ സാക്ഷാൽ ദൈവമാണെന്നും അവനവരെ പഠിപ്പിക്കും. ശ്രീനാരായണൻ്റെ മഹിമകളെക്കുറിച്ച് തനിക്കറിയാവുന്നതുപോലെ അവൻ ചങ്ങാതിമാരെ പറഞ്ഞു കേൾപ്പിക്കും. ഗുരുനാഥൻ ഇതറിയുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? മറ്റുള്ള കുട്ടികളെ മുഴുവൻ നല്ല അടി കൊടുക്കും. പക്ഷേ ഇത് രാജകുമാരനായതുകൊണ്ട് പ്രഹ്ലാദനെ ഒന്നും ചെയ്യാനും പറ്റുമായിരുന്നില്ല ശുക്രാചാര്യന്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നണില്ലേ? എങ്ങനെയാണ് ഈ ഹിരണ്യകശിപുവിനെ വിഷ്ണു ഭക്തനായ ഒരു പുത്രനുണ്ടായത്? ആ കഥ ഞാനിതിൻ്റെ ഉള്ളിലൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോവാം. പണ്ട് ഹിരണ്യകശിപു ദേവന്മാരുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. ആ സമയത്ത് ദേവന്മാരാണ് യുദ്ധത്തിൽ ജയിച്ചത്. അന്ന് ഹിരണ്യകശിപുവിന് താരതമ്യേന ശക്തി കുറവായിരുന്നിരിക്കണം. അപ്പോൾ ആ യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാതുവിനെ പിടിച്ചുകൊണ്ടുപോയി, ദേവന്മാർ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അവിടെ നാരദർ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്ത് കൂടാ, അത് അധർമ്മമാണ്, കയാതുവിനെ വിടാൻ പറഞ്ഞു. അത് അനുസരിക്കുകയും ചെയ്ത് കയാതുവിനെ നാരദർ കൊണ്ടുപോകും വഴി തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്നു. അന്ന് കയാധു ഗർഭിണിയായിരുന്നു. അപ്പോൾ വയറ്റിൽ ആരുണ്ട്? പ്രഹ്ലാദൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസവും കയാധുവിനെ മുമ്പിലിരുത്തിക്കൊണ്ട് നാരദരെ വിഷ്ണു സഹസ്രനാമങ്ങളും ജ്ഞാനമാർഗങ്ങളും പുണ്യകഥകളും സ്തോത്രങ്ങളും ഒക്കെ ചൊല്ലാറും വായിക്കാറുമുണ്ട്. ഇതാര് കേട്ടു? ഈ കുട്ടി, ഈ ശിശു ഇത് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹരിദ്വേഷിയായ ഹിരണ്യകശിപുവിനെ ഹരിഭക്തനായ പ്രഹ്ലാദൻ ജനിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചു വരാം. ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി പ്രഹ്ലാദൻ. എന്നിട്ട് കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നാക്കി കൊടുത്തു ശുക്രാചാര്യർ. അപ്പോൾ മകനെ മടിയിലിരുത്തി ശിരസിലും കവിൾത്തടത്തിലും ഒക്കെ വാത്സല്യപൂർവ്വം തടവിക്കൊണ്ട് ഹിരണ്യകശിപു ചോദിച്ചു, പറയൂ മോനെ, നീ പഠിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഹിരണ്യകശിപു എന്താ പ്രതീക്ഷിച്ചത്?
തൻ്റെ നാമം, തൻ്റെ പേര് ഹിരണ്യകശിപുവാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമം എന്ന് പറയുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കുട്ടി എന്താ പറഞ്ഞത്? ലോകരക്ഷകനായ ഭഗവാൻ ശ്രീനാരായണനോടുള്ള ഭക്തിയാണ് അച്ഛാ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. 14 ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ നാരായണനെക്കുറിച്ചുള്ള ജ്ഞാനമാണച്ഛാ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരുണ്യമൂർത്തിയായ ആ ജഗന്മയൻ്റെ പാദസേവയാണച്ഛാ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് പ്രഹ്ലാദൻ ഉത്തരമായി പറഞ്ഞത്. ഇത് കേട്ടാൽ സഹിക്കുമോ ഹിരണ്യകശിപു? എന്താ പറഞ്ഞത്? നിർത്തൂ നിൻ്റെ പേവാക്കുകൾ, അഹങ്കാരി, എവിടുന്ന് പഠിച്ചു ഈ അജ്ഞാനങ്ങൾ എന്ന് ഉച്ചത്തിൽ കോപാന്ധനായിട്ട് അലറിക്കൊണ്ട് മകനെ മടിയിൽ നിന്നും തള്ളി ദൂരത്തേക്ക് എറിഞ്ഞുകൊണ്ട് അസുരൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ കുട്ടി ആ വീഴ്ചയിൽ പോലും നാരായണ എന്ന് വിളിച്ചുകൊണ്ടാണ് കുട്ടി വീഴുന്നത്. അവിടുന്ന് പിടഞ്ഞെഴുന്നേറ്റ് പിതാവിനെ തൊഴുതുകൊണ്ട് അവനിങ്ങനെ നിന്നു. ഹിരണ്യകശിപു പല്ല് കടിച്ച് ഞെരിച്ചുകൊണ്ട് ചാടി ശുക്രാചാര്യൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങൾ അവനെ പഠിപ്പിച്ചത്? എൻ്റെ ശത്രുവിൻ്റെ പേരുച്ചരിക്കുന്ന ഈ നന്ദി കെട്ട ഈ ചെറുക്കനെ അരിഞ്ഞു കളയേണ്ടതാണ്. എന്താ ഒന്നും മിണ്ടാത്തത് ശുക്രാചാര്യരെ എന്ന് ചോദിക്കുകയാണ് ശുക്രാചാര്യരോട്. എല്ലാവരും ആചാര്യനും ശിഷ്യന്മാരും ഒക്കെ ഭയം കൊണ്ട് വിറയ്ക്കുകയാണ് അവിടെ നിന്നിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സംയമനമൊക്കെ പാലിച്ച് ഹിരണ്യൻ മകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മകനെ, നിനക്ക് എന്താണ് ഇങ്ങനെ ദുർബുദ്ധി തോന്നാൻ കാരണം? ആ നാരായണൻ നമ്മുടെ ശത്രുവല്ലേ, ആ ജന്മശത്രു. അവനെ നീ ബഹുമാനിക്കുന്നത് നല്ലതല്ല. നീ ദാനവകുല ചക്രവർത്തിയായി വാഴേണ്ടവനാണ്. അപ്പോൾ കുഞ്ഞു പറഞ്ഞു, അച്ഛാ, ലോകരക്ഷകനായ ശ്രീനാരായണൻ ആരുടെയും ശത്രുവല്ല. അദ്ദേഹം ആപത് ബാന്ധവനാണ്. ആരാപത്തിൽപ്പെട്ടാലും രക്ഷിക്കാനുള്ള ശക്തിയാണ് ശ്രീനാരായണൻ. അദ്ദേഹത്തിൻ്റെ നാമാക്ഷര മന്ത്രം ജപിക്കുന്നതിനേക്കാൾ പുണ്യവും ശ്രേഷ്ഠവും വേറെ എന്തുണ്ടച്ചാ എന്ന് കുട്ടി വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ വീണ്ടും ദേഷ്യം വന്നു. എന്നിട്ട് ആ കൊച്ചു കുഞ്ഞിനെ പിടിച്ച് ഉലച്ച് കാലു മടക്കി തട്ടി ദൂരേക്ക് എറിഞ്ഞു ഹിരണ്യൻ. എന്നിട്ട് തീക്കട്ടകൾ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ വീർപ്പിച്ചുകൊണ്ട് ശുക്രനോട് ഗർജിച്ചു. എടാ കപട സന്യാസി എന്നൊക്കെയാണ് പിന്നെ വിളിക്കുന്നത് ശുക്രാചാര്യനെ. അത് ഈ വിധ ചീത്ത ഉപദേശം നൽകിയ, ദുരുപദേശം നൽകിയ നീ വധ്യനാണ്. ശരിക്കും ഞാൻ നിന്നെ കൊന്നു കളയേണ്ടതാണിപ്പോൾ. അപ്പോൾ ശുക്രാചാര്യർ തൊഴുതുകൊണ്ട് പറയും, പ്രഭോ ക്ഷമിക്കണം, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല. ഇവൻ സ്വയമേവ പറയുന്നതാണ്. കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഹിരണ്യൻ എന്തായാലും ശിക്ഷ നടപ്പാക്കാൻ, മകനാണെങ്കിലും ശിക്ഷ നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചു. എന്താ ശിക്ഷ? ആശ്രമത്തിൽ കൊണ്ടുപോയി വരുണപാശം കെട്ടി, ആ പാശം എന്ന് വെച്ചാൽ കയറ് കൊണ്ട് കെട്ടി അവിടെ ഇവനെ ഇടണം. എന്നിട്ട് സർവ്വ അംഗങ്ങളും പൊട്ടി ചോര ഒഴുകുന്നത് വരെ മുള്ളുവടികൾ കൊണ്ട് കഠിനമായി അടിക്കുക. അപ്പോൾ ഇവൻ നല്ലത് പഠിക്കും. കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ആ കുട്ടീനെ ആര് കൊണ്ടുപോയി? ഈ പ്രഹ്ലാദനെ അവർ തൂക്കിയെടുത്തു. മത്തിൽ പറഞ്ഞ പ്രകാരം തന്നെ ആ കുട്ടിയെ അതെല്ലാം ചെയ്തു. ആ ഭയങ്കര പീഡനങ്ങൾ കണ്ടുകൊണ്ട് പിതാവായിട്ടുള്ള ഹിരണ്യനും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഓരോ അടിയും കഴിയുമ്പോൾ ഹിരണ്യായ നമ എന്ന് പറയടാ എന്നാണ് പറയുന്നത് കുട്ടിയോട്. ആരെ? ശുക്രാചാര്യ ശിഷ്യന്മാർ. പക്ഷേ കുട്ടി എന്താ പറയണത്? നാരായണ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ ആ പിഞ്ച് ശരീരത്തെ ബന്ധിച്ചിരുന്ന ആ വരുണപാശം, ആ കയറ് ഒരു മാല, പൂക്കൾ കൊണ്ട് കുരുത്ത ഒരു മാലയായി മാറി. അതിൻ്റെ സൗരഭ്യം, അതിൻ്റെ മണം 4 പാടും പരന്നു. അത് കണ്ട് ഹിരണ്യകശിപു കോപാന്ധനായി തിരിച്ചു പോന്നു. അവർ വീണ്ടും തലപുകഞ്ഞ് ആലോചിച്ചു എങ്ങനെയാണ് പ്രഹ്ലാദൻ്റെ നാരായണ ഭക്തി അവസാനിപ്പിക്കുക എന്നുള്ളത്. എന്ത് ചെയ്താലും അവൻ്റെ വിഷ്ണു ഭക്തി വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. അങ്ങനെ മറ്റൊരു ദിവസം ഹിരണ്യകശിപു മകൻ്റെ വിദ്യാപുരോഗതി, അവൻ്റെ വിദ്യ എന്തുമാത്രം ഉണ്ടെന്ന് പരിശോധിക്കാനായി ഗുരുകുലത്തിൽ വീണ്ടും വന്നു. അപ്പോഴും പ്രഹ്ലാദൻ അചഞ്ചലമായ ഹരിഭക്തനായി തന്നെ കാണപ്പെട്ടു. അങ്ങനെ ഉപായങ്ങൾ പ്രയോഗിച്ചിട്ടും കുമാരൻ്റെ വിഷ്ണു ഭക്തിക്ക് യാതൊരു മാറ്റവും വരുത്താൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെ കുലദ്രോഹിയായ ഒരു മകനെ വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അവനെ വധിക്കുക തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞേ പ്രഹ്ലാദനെ വധിക്കാൻ നിയുക്തരായ ദൈത്യഭടന്മാർ അവനെയും കെട്ടിവലിച്ചുകൊണ്ട് വേറൊരു ദിവസം ഒരു മൈതാനത്തിൽ കൊണ്ടുവന്ന് നിർത്തി. ആരാണ് ആദ്യം വെട്ടേണ്ടത് എന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. തർക്കം മൂത്ത് അവർ പരസ്പരം കലഹിച്ച് തമ്മിൽ വെട്ടി മരിച്ചു. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ വെട്ടാനുള്ളവരുടെ ബുദ്ധിക്ക് പ്രശ്നം വന്നതാണ്. അങ്ങനെ പ്രഹ്ലാദൻ സാക്ഷാ നാരായണമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് അവിടെ നിന്നു. കാണികൾ അത് കണ്ട് അതിശയിച്ചു. അടുത്തത് ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് കുട്ടിയെ തട്ടി താഴെ ഇടുക എന്നായിരുന്നു. അങ്ങനെ ചെയ്തു. പക്ഷേ എന്താ സംഭവിച്ചത്? അവൻ വിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് പതിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഭൂമിദേവി തൻ്റെ പൂമടിത്തട്ടിൽ അവനെ താങ്ങിയെടുത്ത് താലോലിച്ച് അവിടെ യാതൊരു കേടും കൂടാതെ കൊണ്ട് നിർത്തി. അടുത്തത് തക്ഷകന് തുല്യമായിട്ടുള്ള ഉഗ്രവിഷമുള്ള പാമ്പുകൾ അവരെ കൊണ്ട് കടിപ്പിക്കുക. അതായിരുന്നു അടുത്ത ശിക്ഷ.
അപ്പോൾ നാമം ജപിച്ചുകൊണ്ടിരുന്ന ധ്യാനിച്ചു കൊണ്ടിരുന്ന പ്രഹ്ലാദൻ്റെ മുമ്പിൽ വലിയ ഉഗ്ര വിഷമുള്ള സർപ്പങ്ങളെ കൊണ്ട് വിട്ടു. പ്രഹ്ലാദൻ്റെ നേർക്ക് ശീൽക്കാര ശബ്ദത്തോടെ ആ നാഗങ്ങൾ ചീറിപ്പാഞ്ഞടുത്തു. എങ്കിലും അവൻ്റെ പാദസന്നിധിയിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവ സ്വയം പത്തി താഴ്ത്തി വന്നിച്ച് ഇഴഞ്ഞിഴഞ്ഞ് തിരിച്ചുപോയി. ഇനി എന്ത് ചെയ്യും എന്ന് ഹിരണ്യകശിപു ആലോചിച്ചു. അവനെ വിഷം കൊടുത്തു നോക്കി, കൈകാലുകൾ കെട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. ഒന്നും ഫലം കണ്ടില്ല. അവനെ വധിക്കാനേ പറ്റണില്ല. വധിക്കാൻ പറ്റുന്നില്ലെന്നത് മാത്രമല്ല, അവനൊരു ആപത്തും വേദനയും വരുത്താൻ പോലും ആർക്ക് കഴിഞ്ഞില്ല? ഹിരണ്യകശിപുവിനും കൂട്ടർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ശ്രീനാരായണ ഭക്തനായ പ്രഹ്ലാദബാലൻ കടലിലേക്ക് വലിച്ചെറിയാൻ നോക്കി, ആനയെക്കൊണ്ട് കൊല്ലിക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. ഇത് കണ്ട് കൊച്ചു പ്രഹ്ലാദൻ്റെ കൂട്ടുകാർ വന്ന് ഹിരണ്യകശിപുവിനോട് അപേക്ഷിച്ചു, അവനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികളെ ആ കൊട്ടാരത്തിൽ നിന്ന് ആട്ടി പുറത്താക്കി. മകനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ട് രോഗിയായി തീർന്നു മകൻ്റെ അമ്മ. അതാരാണ്? ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായ കയാധു. ശയിക്കാൻ തുടങ്ങിയിട്ട്, രോഗിയായിട്ട് അവിടെ കിടക്കാൻ തുടങ്ങി ഒരുപാട് നാളുകൾ തന്നെയായി. അവരുടെ ഒരു അനുനയ വാക്കുകളും ഭർത്താവിൻ്റെ മുന്നിൽ വിലപ്പോയതേയില്ല. എന്തായാലും പ്രഹ്ലാദനെ കൊല്ലും എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആര്? ഹിരണ്യകശിപു. എന്ത് ചെയ്തിട്ടും വധിക്കാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ദിവസം ഹിരണ്യകശിപു ദേഷ്യത്തോടെ പ്രഹ്ലാദനെ വിളിച്ചു. അപ്പോൾ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്ന കുട്ടി പേടിച്ച് വിറച്ച് അച്ഛൻ്റെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ കുട്ടിയോട് ചോദിക്കുകയാണ്, എന്താടാ ഈ വിധം താൻ തോന്നിത്തരം കാണിക്കുന്നത്? എന്ത് കണ്ടിട്ടാണ് നീ നിൻ്റെ പിതാവിനെയും ഗുരുക്കന്മാരെയും ധിക്കരിക്കുന്നത്? നമ്മുടെ പരമശത്രുവായ ആ വിഷ്ണുവിനെ നീ എന്തിനാ സേവിക്കുന്നത്? നീ വംശദ്രോഹിയാണ്. നിനക്ക് മാപ്പ് തരാൻ യാതൊരു നിവൃത്തിയുമില്ല. എൻ്റെ പുത്രനാണെന്നുള്ള ഭാവവും നിന്നോട് എനിക്കില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വാള് നിൻ്റെ കണ്ഠം ഛേദിക്കുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വാൾ കൊണ്ട് നിന്നെ കൊല്ലാൻ പോവുകയാണ്. നിൻ്റെ ബന്ധുവായ ആ കശ്മലൻ വിഷ്ണുവിന് കഴിവുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അപ്പോൾ കുട്ടി എന്താ പറഞ്ഞതെന്നറിയോ? അച്ഛാ, അദ്ദേഹം കശ്മലനല്ല, സ്നേഹമയനാണ്. 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം സർവ്വചരാചരങ്ങളുടെയും ബന്ധുവാണ്. എൻ്റെ മാത്രം ബന്ധുവല്ല, അദ്ദേഹം സർവ്വവ്യാപിയാണ് അച്ഛാ, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഹിരണ്യകശിപുവിന് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാതെയായി. നിർത്തടാ, നിൻ്റെ ഉപദേശം എനിക്ക് വേണ്ട. അവൻ സർവ്വവ്യാപിയാണ് പോലും. അവൻ ഈ നിൽക്കുന്ന തൂണിലുണ്ടോടാ വിഡ്ഢി? തൂണിലുണ്ടോ പറ എന്ന് ചോദിക്കുകയാണ് ഹിരണ്യകശിപു. അപ്പോൾ പ്രഹ്ലാദൻ വളരെ ശാന്തനായിട്ട് പറയും, ഉണ്ടച്ചാ, അദ്ദേഹം തൂണിലും തുരുമ്പിലുമുണ്ട്, എവിടെയുമുണ്ട്, എപ്പോഴുമുണ്ട്. ഇത് കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് ആ വാളെടുത്ത് ആ തൂണങ്ങ് വെട്ടി മാറ്റി. കയ്യിലിരുന്ന ആ വാളുകൊണ്ട് ആ സ്തംഭം ഒന്നാഞ്ഞു വെട്ടി. ഇടി വെട്ടും വണ്ണം 8 ലോകങ്ങൾ 8 ദിഗന്ധങ്ങളും പൊട്ടുമാറ് അലറി അട്ടഹസിച്ചുകൊണ്ട് അതിൽ നിന്നും ഒരു രൂപം വന്നു. ആ രൂപത്തെക്കുറിച്ച് ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ അത്രയും വിസ്തരിക്കുന്നില്ല. എന്തായാലും തീ കണ്ണുകൾ ഉരുട്ടി ഒരു രൂപം ഉഗ്രഭാവം നടിച്ചുകൊണ്ട് അവിടെ വന്നു. ഒരു നരസിംഹരൂപം. ശിരസ് മൃഗത്തിൻ്റെയും ശരീരം കാട്ടുമനുഷ്യൻ്റെയും എന്ന പോലെ തൂണിൻ്റെ മധ്യഭാഗം തട്ടിപ്പിളർന്ന് പുറത്തേക്ക് ചാടി വീണു. അത്യത്ഭുത ഭീതിജനകമായ ഒരു സത്വമായിരുന്നു. പ്രഹ്ലാദൻ പേടിച്ചു വിറച്ചു നിന്നുപോയി. അസുരന്മാർ തങ്ങളുടെ മായ കൊണ്ട് തന്നെ കൊല്ലാൻ വരികയാണെന്നാണ് ആ കുഞ്ഞുകുട്ടി ആദ്യം വിചാരിച്ചത്. ഭയം കൂടിക്കൂടി വന്നപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ശ്രീനാരായണനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവൻ കണ്ണു അടച്ച് കൈകൂപ്പി അവിടെ നിന്നു. അപ്പോൾ ഹിരണ്യകശിപുവിനെ വധിക്കാനായിട്ട് വന്നതാണ്. ആരാ? മഹാവിഷ്ണു വന്നതാ. എന്താ ഈ രൂപത്തിൽ വരാൻ കാരണം? അദ്ദേഹം നേടിയെടുത്ത, അതായത് ഹിരണ്യകശിപു നേടിയെടുത്ത വരം ഓർമ്മയുണ്ടല്ലോ. എന്താ വരം? നരനും മൃഗവുമല്ലാത്ത നരസിംഹരൂപമാണ് ഇപ്പോൾ ഇത്. അതുപോലെ സന്ധ്യാസമയമായിരുന്നു, പകലും രാത്രിയുമല്ലല്ലോ സന്ധ്യ. പിന്നെയോ ഈ രൂപം കണ്ട് നാൻമുഖൻ ബ്രഹ്മാവ് പോലും പേടിച്ചുപോയി എന്നാണ് പറയുക. ഹിരണ്യകശിപു ആണെങ്കിൽ ആ ജന്തുവിനെ വെട്ടിമുറിക്കാനായി വാളും വീശിക്കൊണ്ട് മുമ്പോട്ടെടുത്തു. അവർ തമ്മിൽ അത്യുഗ്രമായ ദ്വന്ദ്വയുദ്ധം നടന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? കവാടദ്വാരത്തിൽ, അതായത് വാതിലിൻ്റെ അവിടെ വാതിൽപ്പടിയിന്മേലിരുന്ന് തൻ്റെ മടിയിൽ ഹിരണ്യകശിപുവിനെ കിടത്തി മലർത്തി കിടത്തി കൂർത്ത നഖങ്ങൾ കൊണ്ട് അവൻ്റെ മാറിടം കുത്തി കീറി പിളർന്ന് കുടുകുടാ പുറത്തേക്ക് ഒഴുകി വരുന്ന ആ രക്തം തൃക്കരങ്ങളാൽ വാരിക്കോരി ദേഹം മുഴുവനങ്ങ് പൂശി. പിന്നെയോ നീണ്ട കുടൽമാലകളൊക്കെ വലിച്ച് പറിച്ച് ആ തിരുവക്ഷസിൽ ആ നെഞ്ചിലങ്ങ് അണിഞ്ഞു നരസിംഹം. അങ്ങനെ ലോകം മുഴുവനും നടുങ്ങുമാറ് വീണ്ടും ഒന്ന് ഗർജിച്ചു. അപ്പോൾ മനുഷ്യനും മൃഗവുമല്ലാത്ത നരസിംഹം, പകലും രാത്രിയുമല്ലാത്ത സന്ധ്യാസമയം, അകത്തും പുറത്തുമല്ലാത്ത വാതിൽപ്പടി, ആകാശവും ഭൂമിയും അല്ലാത്ത മട്ടുപ്പാവ്. അവിടെ വെച്ച് എങ്ങനെയാണോ ഹിരണ്യകശിപുവിന് വരം കിട്ടിയത് അതുപോലെ തന്നെ
അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. ആയുധങ്ങളല്ലാത്ത ഭഗവാന്റെ നഖങ്ങൾ കൊണ്ട്. അങ്ങനെ വരമനുസരിച്ച് മാധവൻ ഹിരണ്യകശിപുവിനെ നിധനം ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നരസിംഹ അവതാരം എടുത്തത്. ഇത് കഴിഞ്ഞിട്ടും ദേഷ്യം അടങ്ങുന്നില്ല നരസിംഹ രൂപത്തിൻ്റെ. അപ്പോൾ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ തീക്കട്ടകൾ ഉതിരുകയാണ്. അപ്പോൾ ആ സമയത്ത് സപ്തസാഗരങ്ങളും എല്ലാം ഇളകി മറിയാൻ തുടങ്ങി. പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ പ്രകമ്പിതമായി. എല്ലാവർക്കും പരിഭ്രമമായി. ഇനിയിപ്പോൾ എന്താ, ലോകം തന്നെ നശിച്ചു പോവോ ഈ ദേഷ്യത്തിലേന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ എല്ലാവരും, നാരദൻ വീണയിൽ നാരായണ സ്തോത്രങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു. ദേവഗന്ധർവന്മാർ തിരുനാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. എന്ത് ചെയ്തിട്ടും ദേഷ്യം അടങ്ങുന്നില്ല. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ബ്രഹ്മാവ് പറഞ്ഞു. പ്രഹ്ലാദനായ ആ കൊച്ചു ബാലനോട് നരസിംഹമൂർത്തിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ സ്പർശിക്കാൻ പറഞ്ഞു. കുട്ടി പേടിച്ചിട്ടാണെങ്കിലും പോയി എന്താ ചെയ്തത്? അവനറിയാവുന്ന രീതിയിൽ നാരായണനെ, ശ്രീനാരായണനെ സ്തുതിച്ചുകൊണ്ട്, വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പാടി അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കാലുകളിൽ വീണ് നമസ്കരിച്ചു. കണ്ണുനീര് കൊണ്ട് ആ പാദങ്ങളെ കഴുകി തന്നെ അവൻ സ്തുതിച്ചു. അപ്പോൾ തൻ്റെ പാദങ്ങളിൽ വീണ് കരയുന്ന പ്രഹ്ലാദകുമാരനെ കണ്ടപ്പോൾ മാത്രമാണ് കരുണാനിധിയായ മഹാവിഷ്ണുവിൻ്റെ മുഖത്ത് വ്യാപിച്ചിരുന്ന ആ രൗദ്രഭാവം അറിഞ്ഞത്. പകരം അവിടെ എന്താ വന്നത്? ആ ദേഷ്യം പോയി സ്ഥാനത്ത് വാത്സല്യം, ഭക്തവാത്സല്യം തുളുമ്പി. ഒന്ന് ചിരിച്ചു, ഒരു മന്ദസ്മിതം തെളിഞ്ഞു. അങ്ങനെ ആ കൊച്ചു ബാലനെ അദ്ദേഹം തൻ്റെ തൃക്കരങ്ങളാൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ചുകൊണ്ട് അവനെ വാത്സല്യ ചുംബനങ്ങൾ അർപ്പിച്ചു എന്നാണ് പറയണത്. അങ്ങനെ ഭക്തനോടുള്ള കാരുണ്യാതിരേകത്താൽ എന്ത് ചെയ്യാനും ഭഗവാന് മടിയില്ല. എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ എന്താ പറഞ്ഞത്? അടിയന് യാതൊന്നിനോട് മോഹമില്ല എന്നാണ് പറഞ്ഞത്. എന്നാലും മഹാവിഷ്ണു നരസിംഹരൂപത്തിൽ പറഞ്ഞു, കുമാര, നിൻ്റെ നിഷ്കാമമായ ഭക്തി, ഒന്നിനും വേണ്ടിയല്ലാത്ത ഭക്തി നിന്നെ ലോകത്തിൽ വെച്ച് ഏറ്റവും ഉത്തമ ഭക്തനാക്കിയിരിക്കുകയാണ്, പുണ്യവാനുമാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നീ എൻ്റെ ഭക്തരിൽ മുമ്പിൽ തന്നെ ആയിരിക്കും. മാത്രമല്ല, നിൻ്റെ അച്ഛനെ എൻ്റെ കയ്യാൽ മരണം സംഭവിച്ചതുകൊണ്ട് തന്നെ മോക്ഷം തീർച്ചയായും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അച്ഛനൊടുവിൽ എന്നിൽ തന്നെ വന്ന് വിലയൻ പ്രാപിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ പൂർവ്വചരിത്രം നിനക്ക് വേണമെങ്കിൽ നാരദമുനി പറഞ്ഞു തരുമെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ ഇതാണ് എന്താ പ്രഹ്ലാദ ചരിതം, ഹിരണ്യകശിപു ചരിതം, പിന്നെ നരസിംഹ അവതാരം. ആ കഥയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. പിന്നീട് ഒരു മന്വന്തര കാലം മുഴുവനും രാജഭരണം നടത്തി ഒടുവിൽ സായൂജ്യ പദം നേടിയിട്ടാണ് ആര് പോകുന്നത്? പ്രഹ്ലാദൻ. അപ്പോൾ ഇതാണ് കഥ കേട്ടോ.